ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുർബാന എന്താണ്? കുർബാന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഏത് പദത്തിൽ നിന്നാണ് ഉണ്ടായത്? ഏതെല്ലാം സഭകളിൽ കുർബാന എന്ന പദം ഉപയോഗിക്കുന്നു? ഏതെല്ലാം ഭാഷകളിൽ, ഏതെല്ലാം രാജ്യങ്ങളിൽ എല്ലാം കുർബാന എന്ന് തന്നെയാണോ ആ വാക്ക് എന്നുകൂടി അറിയാൻ വേണ്ടി സാറിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുപ്പതോളം വിഷയങ്ങളുമായി ചാനൽ. നാം എന്നും കുർബാന എന്ന് പറയും അല്ലേ? എൻ്റെ കുഞ്ഞിപ്രായം മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ്. എൻ്റെ അപ്പച്ചനും അപ്പൂപ്പനും ഒക്കെ പറഞ്ഞിരുന്നത് കുർബാന എന്നാണ്. ഈ കുർബാന ഞാൻ അതിനോട് പറയുന്ന മറ്റൊന്നുമല്ല, പല സിറിയൻ വേടുകളും സുറിയാനി പദങ്ങളും പലരും വേണ്ടെന്ന് വെക്കും. പാപ്പ എന്ന് പറയുന്ന, മാർപ്പാപ്പ എന്ന് പറയുന്ന പരിശുദ്ധ പാപ്പ എന്നാണ്. അതുപോലും വേണ്ടെന്ന് വെക്കും. അത് സുറിയാനി പദമാണ്. പക്ഷേ സുറിയാനി പദം തന്നെയാണ് കുർബാന എന്നുള്ളത്. കുർബാന എന്ന വാക്കിന്റെ ഉത്ഭവത്തെ തേടിയാൻ പോവുകയാണെങ്കിൽ വളരെ പുരാതനമായ സെമിറ്റിക് ഭാഷാ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് നമ്മുടെ ബൈബിളിലുണ്ടോ കുർബാന എന്ന വേട്? നിങ്ങൾ ചിന്തിക്കും, അതെവിടെയാണ്? തീർച്ചയായും ബൈബിളിലുണ്ട്, പഴയ നിയമത്തിലുണ്ട്. പഴയ നിയമത്തിൽ വരെയുണ്ട്. ലേവ്യന്റെ പുസ്തകത്തിലുണ്ട്, എസെക്കിയേലിന്റെ പുസ്തകത്തിലുണ്ട്. അങ്ങനെ 4 ബൈബിളിലെ പഴയ നിയമ പുസ്തകത്തിലുണ്ട്. അവിടെ ഖുർബാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. കുർബാന എന്നത് സുറിയാനി പദമാണ്. സുറിയാനി അതായത് സിറിയക്ക് അല്ലെങ്കിൽ അരമായിക്ക് ഭാഷ എന്ന് പറയുന്നത് സുറിയാനി ഭാഷയുടെ പ്രാക്-രൂപമാണ്. ആ ഭാഷയിലെ കുർബാന എന്ന പദത്തിൽ നിന്നാണ്, കുർബാന എന്ന പദത്തിന്റെ മൂലധാതു എന്ന് പറയുന്നത് കുർബ്, അതായത് ഖുറാബ് ആണ്. QUARAB ആണ്, ഖുറാബ് ആണ് അതിന്റെ മൂലധാതു. അതിൽ നിന്നാണ് കുർബാന വരുന്നത്. അതിന്റെ അർത്ഥം അടുത്ത് വരിക, സമീപിക്കുക, അടുക്കുക, സമർപ്പിക്കുക എന്നിവയാണ്. പഴയ നിയമത്തിന്റെ പശ്ചാത്തലം ഇതേ ധാതുവിൽ നിന്ന് തന്നെയാണ് പഴയ നിയമത്തിൽ നിന്ന് വന്നത്. എബ്രായ ഭാഷയിൽ അതായത് ഹിബ്രു പദത്തിൽ ഖുർബാൻ എന്ന പദത്തിൽ നിന്നാണ് കുർബാന വരുന്നത്. അതിന്റെ അർത്ഥം ദൈവത്തിന് സമർപ്പിക്കുന്ന കാഴ്ചവസ്തു, അർപ്പണം, ബലി എന്നിങ്ങനെയൊക്കെയാണ് ഖുർബാന്റെ അർത്ഥം. അതായത് ദൈവത്തോട് അടുത്ത് വരുന്നതിനായി അർപ്പിക്കുന്ന ബലിയാണ് ഖുർബാൻ. ലേവ്യരുടെ പുസ്തകത്തിലും മറ്റ് പഴയ നിയമ ഗ്രന്ഥങ്ങളിലും ഇവയുണ്ട്. ഖുർബാൻ എന്നാൽ ദൈവത്തിന് സമർപ്പിച്ചത്, നൽകിയത് എന്നൊക്കെയാണ്. ലേവ്യരുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം, 22-ാം അധ്യായം 27-ാം വാക്യം, സംഖ്യയുടെ പുസ്തകത്തില് 7-ാം അധ്യായം 25-ാം വാക്യം, എസെക്കിയേലിന്റെ പുസ്തകത്തില് 20-ാം അധ്യായം 28-ാം വാക്യം, 40-ാം അധ്യായം 41-ാം വാക്യം, വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 11-ാം വാക്യം, പിന്നെ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 6-ാം വാക്യം, വീണ്ടും വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11-ലും ഇവ ഉപയോഗിക്കുന്നു. ആദ്യകാല സുറിയാനി ക്രൈസ്തവർ ഈ പദം സ്വീകരിച്ച് വിശുദ്ധ ബലിയർപ്പണത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചു. മനസ്സിലാക്കുക, സുറിയാനി ക്രൈസ്തവർ പഴയ നിയമത്തിൽ നിന്ന് അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ മർക്കോസിൽ നിന്ന്, മത്തായിയിൽ നിന്ന്, ലേവ്യന്റെ പുസ്തകത്തിൽ നിന്ന്, എസെക്കിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് ഒക്കെ എടുത്തുകൊണ്ടാണ് കുർബാന എന്ന വേട് വന്നത്. അറിയുക, കുർബാന എന്ന വേട് വന്നത് സുറിയൻ ക്രൈസ്തവരിൽ നിന്ന്. അവർ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും എടുത്തതാണ് എന്ന് മനസ്സിലാക്കുക. അവരാണ് ബലിയർപ്പണത്തെ സൂചിപ്പിക്കാൻ ഇത്രയും മനോഹരമായ ഒരു പദം നമുക്ക് വേണ്ടി എടുത്തത്. അർപ്പണം, ബലി എന്നത്. അർപ്പണം പ്ലസ് ബലി പ്ലസ് ദൈവസമാഗമം, ഇതാണ് കുർബാന. കുർബാന എന്ന് പറഞ്ഞത് എന്താണ്? അർപ്പണവും ബലിയും ദൈവസമാഗമമാണ്. ദൈവത്തെ കണ്ടുമുട്ടലാണ്, നമ്മെ ദൈവത്തെ അർപ്പിക്കലാണ്.
ബലി അവിടെ ക്രിസ്തുവിന്റെ ബലി അർപ്പിക്കലാണ്. അത് നമ്മോടൊപ്പമാണ്. അപ്പോൾ ദൈവത്തെ കാണുകയാണ്. അതാണ് വിശുദ്ധ കുർബാന. കുർബാനയുടെ പ്രധാനമായ 3 അർത്ഥങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഓഫറിങ്, അർപ്പണം, അപ്പവും വീഞ്ഞും ദൈവത്തിനായി സമർപ്പിക്കുന്നു. ഞാൻ കുർബാനയുടെ ക്ലാസ് തരുമ്പോൾ അത് വിശദമായി നൽകാം. കുർബാനയുടെ ക്ലാസ് എന്ന് പറയുന്നത് ഏതാണ്ട് 50 വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത്. അത് വിശദമായി പലപ്പോഴും വൈദികർ തരും, മറ്റുള്ളവർ തരും. അവർ തരുന്നതല്ല ഞാൻ തരുന്നത്. കാരണം നമ്മൾ ഒരു ലേമനാണ്. ലേമൻ തരുന്നത് അതിൻ്റെതായ അർത്ഥത്തിലാണ്, ശരിയായ അർത്ഥത്തിലാണ്. നാം എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അച്ഛന്മാര് അല്ലെങ്കിൽ പുരോഹിതർ അൾത്താരിൽ നിന്ന് പറയുന്നത് അല്ലെങ്കിൽ ബലിയർപ്പിക്കുമ്പോൾ നാം കാഴ്ചക്കാരാവുകയാണ്. നാം കാഴ്ചക്കാരല്ല. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നൽകും. 50 എന്നുള്ളത് ചുരുക്കാം. ഒരു 10 വീഡിയോ എങ്കിലും മിനിമം വേണം. സെക്കൻഡ്, ബലി, സാക്രിഫൈസ്. കാൽവരിയിലെ ക്രിസ്തുവിന്റെ ഏകബലി ഉദാസരൂപത്തിൽ അവിടെ സന്നിഹിതരാവുകയാണ്. നമ്മുടെ ഓരോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും അത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഉറപ്പിക്കുകയാണ്. നെക്സ്റ്റ്, കമ്മ്യൂണിയൻ, ദൈവ സമാഗമം. മനുഷ്യൻ ദൈവത്തോട് അടുത്ത് ചേരുന്നു. അതാണ് ഖുറാബ് എന്ന മൂല്യധാതുവിന്റെ ഏറ്റവും മനോഹരമായ അർത്ഥമാണ്. ദൈവവും മനുഷ്യനും കൂടി, അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തോട് കൂടിച്ചേരുന്നു. അതാണ് കുർബാനയുടെ ഏറ്റവും മനോഹരമായ അർത്ഥം എന്ന് ചിന്തിക്കുക. ലത്തീൻ സഭയിൽ അതിന് സമാനമായി ഉപയോഗിക്കുന്നത് മാസാണ്. അതിൽ നിന്നാണ് ഇംഗ്ലീഷിൽ മാസ വന്നത്. മിസ എന്നാണ്, അത് പിരിച്ചുവിടൽ എന്നാണ്. അതിനെപ്പറ്റി ഞാൻ വിശദമായി പറയാം. സുറിയാനി പാരമ്പര്യമുള്ള സഭകളിൽ ഹോളി കുർബാന, ഡിവൈൻ കുർബാന എന്ന പ്രയോഗങ്ങളാണ് അവർ പറയാം. കുർബാന എന്ന വാക്ക് വെറും ബലി എന്ന അർത്ഥം മാത്രമല്ല നൽകുന്നത്, ദൈവശാസ്ത്രപരമായ ഒരു സൗന്ദര്യം അതിലുണ്ട്. ദൈവത്തോട് അടുത്തു വരാൻ മനുഷ്യൻ നടത്തുന്ന അർപ്പണവും മനുഷ്യനോട് അടുത്തു വരാൻ ദൈവം നിർത്തുന്ന ആത്മസമർപ്പണവും കൂടി ചേരുന്ന നിമിഷമാണ് കുർബാന. എത്ര മനോഹരമായ ഡെഫിനിഷനാണെന്ന് നോക്കിയേ. ദൈവത്തോട് അടുത്തു വരാൻ മനുഷ്യൻ നടത്തുന്ന അർപ്പണവും മനുഷ്യനോട് അടുത്തു വരാൻ ദൈവം നടത്തുന്ന ആത്മസമർപ്പണവും കൂടിച്ചേരുന്ന നിമിഷമാണ് കുർബാന. അതാണ് ദേവാലയത്തിലും ആ അൾത്താരയിലും നടക്കുന്നത്. അതുകൊണ്ടാണ് സുറിയാനി പാരമ്പര്യത്തിൽ കുർബാന എന്ന പദം അത്രയും മനോഹരവും സമ്പന്നവുമായ ദൈവശാസ്ത്രപരമായ അർത്ഥം വഹിക്കുന്നത്. കുർബാന എന്ന പദം ക്രൈസ്തവരിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് വളരെ പുരാതനമായ കാലമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കൃത്യമായ ഒരു വർഷം അതിന് പറയാൻ കഴിയില്ല. എങ്കിലും ചരിത്രപരമായി നോക്കുമ്പോൾ യഹൂദ പശ്ചാത്തലം, അതായത് ഹെബ്രായ ഭാഷയിലെ കുർബാൻ, അത് ക്രിസ്തുവിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പഴയ നിയമകാലം തൊട്ട് ദൈവത്തിന് അർപ്പിക്കുന്ന ബലിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഈ പദം യേശുവിന്റെ കാലത്തും പ്രചാരത്തിലുണ്ടായിരുന്നതായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഗോസ്പൽ മാർക്കോസിലെയും മത്തായിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം സുറിയാനി അരമായ ഭാഷ സംസാരിച്ചിരുന്ന ആദ്യകാല ക്രൈസ്തവ സമൂഹങ്ങൾ കുർബാന എന്ന പദം യുക്കരിസ്റ്റിക് ബലിയർപ്പണത്തിന് ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് ക്രിസ്തുവർഷം 2-ാം നൂറ്റാണ്ടോടെയാണ് ഉപയോഗിച്ചു തുടങ്ങിയത്. അതായത് കുർബാനയ്ക്ക് പകരം യുക്കരിസ്റ്റിക് എന്ന പദം നമ്മൾ ക്രിസ്തുവർഷം 2-ാം നൂറ്റാണ്ടോടുകൂടി നമ്മൾ ഉപയോഗിച്ചു തുടങ്ങി. പിന്നീട് അത് തന്നെ ചർച്ച് ഓഫ് ഈസ്റ്റ്, സിറിയക് ഓർത്തഡോക്സ് ചർച്ച്, സീറോ മലബാർ ചർച്ച്, സീറോ മലങ്കര കത്തോലിക് ചർച്ച് തുടങ്ങിയ സുറിയാനി പാരമ്പര്യമുള്ള സഭകളിൽ ഇത് ഔദ്യോഗിക ആരാധന പദമായി മാറി. കേരളത്തിലെ നസ്രാണികൾക്ക് സുറിയാനി ആരാധന പാരമ്പര്യം ഉണ്ടായിരുന്നതിനാൽ കുർബാന എന്ന രൂപത്തിൽ മലയാളത്തിലേക്ക് വന്നു. ആയതിനാൽ
കുർബാന എന്ന പദം കേരള ക്രൈസ്തവ പാരമ്പര്യത്തിൽ ഏകദേശം 1500 വർഷത്തിലേറെയായി ഉപയോഗിച്ചു തുടങ്ങിയത്. കുർബാന എന്നത് മലയാളത്തിൽ പിന്നീട് രൂപപ്പെട്ട ഒരു പദമല്ല, യേശുവും അപ്പോസ്തലന്മാരും സംസാരിച്ച അരമായ ഭാഷയുമായി ബന്ധമുള്ള 2000 വർഷത്തോളം പഴക്കമുള്ള ഒരു ആരാധനാ പദമാണ്. അതുകൊണ്ട് കുർബാന എന്ന വാക്ക് ഒരു ചടങ്ങിനെ മാത്രം സൂചിപ്പിക്കുന്നതല്ല, ബലി, അർപ്പണം, ദൈവിക സാമീപ്യം എന്നീ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആദ്യകാല ക്രൈസ്തവ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന സാക്ഷ്യമാണ്. താങ്ക് യു മാനുവൽ സർ. ഏതൊക്കെ രാജ്യങ്ങളിലാണ് കുർബാന എന്ന പദം ഉപയോഗിക്കുന്നത്, ഏതൊക്കെ സഭകളിലാണ് എന്നുകൂടി ഒന്ന് വിശദീകരിച്ചു തരാമോ? താങ്ക് യു. കേരളത്തിൽ കുർബാന എന്ന പദം ഒരു സഭയുടെയും കുത്തകയല്ല, സ്വത്തല്ല. 2000 വർഷം പഴക്കമുള്ള സുറിയാനി നസ്രാണി പാരമ്പര്യത്തിന്റെ ജീവിച്ചിരിക്കുന്ന പൈതൃകമാണ് കുർബാന എന്നാൽ. കേരളത്തിലെ നസ്രാണികൾ നൂറ്റാണ്ടുകളോളം സുറിയാനി ആരാധനക്രമം പിന്തുടർന്നതിനാൽ ഇന്ന് ലത്തിൻ, സീറോ മലബാർ, സീറോ മലങ്കര, ഓർത്തഡോക്സ്, യാക്കോബായ തുടങ്ങിയ വിവിധ സഭകളിലെ മലയാളി ക്രൈസ്തവർ പൊതുവെ ഉപയോഗിക്കുന്ന പദം തന്നെയാണ് കുർബാന എന്നത്. കുർബാന എന്ന പദം എല്ലാ ക്രൈസ്തവ സഭകളും ഉപയോഗിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് പ്രധാനമായും സുറിയാനി പാരമ്പര്യമുള്ള സഭകളുടെ ആരാധന ഭാഷയിൽ നിന്നുള്ള പദമാണ്. ആയതിനാൽ ഇനി പറയുന്ന സഭകളിൽ ആണ് പൊതുവെ കുർബാനയെ ഹോളി കുർബാന, ഡിവൈൻ കുർബാന എന്നൊക്കെ പറയുന്നതും. അത് പൗരസ്ത്യ കത്തോലിക്ക സഭകളിലാണ്. സീറോ മലബാർ സഭ, സീറോ മലങ്കര കത്തോലിക്ക സഭ, കൽദായൻ കത്തോലിക്ക സഭ, സുറിയാനി പാരമ്പര്യമുള്ള ഓർത്തഡോക്സ് സഭകള്, അതായത് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭ, യാക്കോബറ്റ് സിറിയൻ ക്രൈസ്തവ സഭ, സിറിയക്ക് ഓർത്തഡോക്സ് സഭ, അസീരിയൻ ട്രഡീഷൻ, അസീരിയൻ ചർച്ച് ഓഫ് ഈസ്റ്റ്, ആൻഷ്യന്റ് ചർച്ച് ഓഫ് ഈസ്റ്റ്, ഇത്രയും സഭകളിലാണ് കുർബാന എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ രാജ്യങ്ങളിലാണ് കുർബാന എന്ന പദം ഉപയോഗിക്കുന്നതാണ്? ഒന്ന് ഇന്ത്യ, നമ്മളെല്ലാവരും കുർബാന എന്ന് തന്നെ ഉപയോഗിക്കുക. പിന്നെ ഇറാഖ്, സിറിയ, ഇറാൻ, ലെബനോൺ, ഇസ്രയേൽ, ജോർദാൻ, ഇത്രയും രാജ്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ മാസം എന്നാണെന്നറിയാം, ഗ്രീക്കില് യൂക്കാരിസ്റ്റ് ആണെന്നറിയാം, ലത്തിൻ സഭ യൂക്കാരിസ്റ്റ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ വന്നപ്പോൾ, ഇന്ത്യയിൽ വന്നപ്പോൾ അത് കുർബാന എന്ന സ്ഥലത്തായി. അങ്ങനെ വ്യത്യസ്ത പേരുകളിലാണ് പലയിടങ്ങളിലും അറിയുന്നത്. ആയതിനാൽ യൂറോപ്യൻ കൺട്രീസിലൊന്നും കുർബാനയില്ല, ഏഷ്യൻ കൺട്രീസിലാണ് കുർബാന എന്ന് ഉള്ളത് എന്നറിയാം. സംശയങ്ങൾ മാറിക്കാണുമല്ലോ. താങ്ക് യു മാനുവൽ സർ. ഇതൊന്നും ഇതുവരെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. നല്ല ഒരു ക്ലാസ് ആയിരുന്നു. ഒരു കാറ്റഗിസം ക്ലാസ്സിലും ഇത്രയും അധികം അറിവുകൾ ലഭിച്ചിട്ടില്ല. ഒത്തിരി നന്ദി. ഞാൻ ഓർക്കായിരുന്നു, പരിശുദ്ധ കുർബാന എന്ന പദത്തിന് ഇത്രയും വിശദാംശമാണെങ്കിൽ പരിശുദ്ധ കുർബാനയെ പറ്റിയുള്ളത് എത്രത്തോളമായിരിക്കും? മാനുവൽ സാറിന്റെ ബ്ലോഗിൽ 18 പാർട്ടുകളായിട്ടും പരിശുദ്ധ കുർബാനയുടെ 1/4 ഭാഗം പോലും ആയിട്ടില്ലല്ലോ. ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.